കിഫ്ബി രൂപീകരിക്കാനിടയായത് നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഒരു പുതിയ സാമ്പത്തിക സ്രോതസ്സ് കാണേണ്ടതുണ്ടായിരുന്നു. അതിനാണ് കിഫ്ബിക്ക് രൂപം കൊടുത്തത്. അതിലൂടെ പണം പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. ഇവിടെ 90,000 കോടിയോളം രൂപ കുറച്ചു നാൾ മുൻപ് കിഫ്ബി മുഖേന ചെലവഴിച്ചു എന്ന് പല വേദികളിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. യഥാർത്ഥത്തിൽ 2016 അധികാരത്തിൽ വന്നപ്പോൾ കിഫ്ബി രൂപീകരിച്ച ഘട്ടത്തിൽ ഞങ്ങൾ കണ്ടിരുന്നത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കണമെന്നായിരുന്നു. പക്ഷേ 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയാണ് അതിലൂടെ ചെലവഴിച്ചത്. ഇവിടെ പല കാര്യങ്ങൾക്കായി പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ പണം ചെലവഴിക്കാൻ കിഫ്ബി മുഖേന സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമാകില്ല എന്നായിരുന്നല്ലോ പലരും കണക്കുകൂട്ടിയിരുന്നത്. കാരണം ദീർഘകാലമായി ഒരു മാറ്റവുമില്ലാതെ ദേശീയപാത കിടക്കുന്നു. അത് നടപ്പാക്കേണ്ട ദേശീയപാത അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റി, അവര് ഓഫീസും കൂട്ടി സ്ഥലമിടുകയും ചെയ്തു. അവിടെയാണ് 2016 അധികാരത്തിൽ വന്ന സർക്കാർ ആ പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അവിടെയൊരു കടമ്പ വന്നു. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥലമെടുക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് സ്ഥലമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവരാണ് ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള സ്ഥലമെടുത്തിട്ടുള്ളത്. നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ ചെലവും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് വഹിക്കുന്നത്. എല്ലായിടങ്ങളിലും നേരത്തെ വഹിച്ചതവരാണ്, ഇപ്പോഴും വഹിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ അവർ പറഞ്ഞു, കേരളത്തിൽ വലിയ വിലയാണ് ഭൂമിക്ക്, ആ വില കൊടുത്ത് ഭൂമി എടുക്കാൻ ഞങ്ങൾക്കാവില്ല, സംസ്ഥാനം ഭൂമി എടുത്തു തരണം. ഞങ്ങൾ തർക്കിച്ചു. ആ തർക്കം നീണ്ടുപോയി. ആ തർക്കത്തിൽ അവരുടെ നിലപാടിൽ മാറ്റം വരുന്നില്ല. നമ്മളാണെങ്കിൽ വല്ലാത്തൊരു വൈതരണിയിൽ. കാരണം നാഷണൽ ഹൈവേ നമുക്ക് വേണം, അത് നടപ്പാക്കണം, എങ്ങനെയും നടപ്പാക്കാനാവണം. ആ ഒരു വൈതരണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവസാനം എവിടെയെത്തി? നമുക്ക് സാധാരണഗതിയിൽ സ്വീകാര്യമല്ലാത്ത ഒരു വ്യവസ്ഥ അംഗീകരിക്കേണ്ടതായി വന്നു. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു, അവസാനം ഒരു മധ്യസ്ഥ സംഭാഷണം നടന്നപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുന്ന വിലയിൽ ഒരു 25% സംസ്ഥാനം നൽകണം. വേറെ ഗതിയില്ല, നാഷണൽ ഹൈവേ വരണം. അങ്ങനെ അതിൻ്റെ ഭാഗമായുള്ള 5,600 കോടിയിൽ പരം രൂപ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടതായി വന്നു. ഇത് ഒരു സംസ്ഥാനവും ചെയ്തിട്ടില്ല നേരത്തെ. അതിനുശേഷം മറ്റൊരു സംസ്ഥാനവും ചെയ്തിട്ടില്ല. നമ്മൾക്ക് മാത്രമുണ്ടായൊരു പിഴ. എന്തുകൊണ്ടാണ് ആ പിഴ കൊടുക്കേണ്ടി വന്നത്? സമയത്തിന് നമ്മൾ കേരളം ആ നാഷണൽ ഹൈവേക്ക് വേണ്ട ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ട്. ഏറ്റെടുത്ത് കൊടുക്കുകയേ വേണ്ടൂ. അതിനൊരു ചെലവും നമുക്കില്ല. ആ ചെലവ് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി വഹിക്കുന്നതാണ്. പക്ഷേ അതിന് സന്നദ്ധമായില്ല നമ്മുടെ നാട്. കാരണം ചിലയിടത്ത് എതിർപ്പ് പറഞ്ഞു. ആ എതിർപ്പ് പറഞ്ഞപ്പോൾ അതവിടെ നിന്നു. ഇതല്ലേ സംഭവിച്ചത്? 5,600 കോടി രൂപ നമ്മൾ പിഴയൊടുക്കേണ്ടി വന്നു. ഞാനിത് പറഞ്ഞു വന്നത്, ആ 5,600 കോടി രൂപ നമ്മൾ കൊടുത്തത് കിഫ്ബിയിലെ പണം ഉപയോഗിച്ചാണ്. കിഫ്ബി എന്ന് പറയുന്നത്
വന്നത് ഇത്തരം പശ്ചാത്തല സൗകര്യ വികസനം ഉറപ്പുവരുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനമാണ് നമുക്ക് നല്ല നിലയിൽ അവിടെ നടത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ